അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ. ആക്ച്വലി ഇങ്ങനെ ഒരു ഫൈറ്റ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നടക്കാൻ വേണ്ടി പോകാമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 95% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സും എക്സ്മെൻസും തമ്മിൽ ഒരു തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു കോമിക് സ്റ്റോറീസാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടണും ഹൈപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബട്ടൺസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്കും ചെയ്യുക, ഈ വീഡിയോ ഹൈപ്പും ചെയ്യുക, എങ്കിലേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ കോമിക്ക് റീച്ച് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ യൂണിവേഴ്സിൻ്റെ ഏതോ ഒരു അറ്റത്ത് നിന്ന് ഫീനിക്സ് ഫോഴ്സ് ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വഴിയിലുള്ള സകല ഗ്രഹങ്ങളെയും സകല ഗാലക്സീസും എല്ലാം ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടാണ് ഫീനിക്സ് ഫോഴ്സ് ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ടവറാണ്. അവിടെ നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അവിടെ നമ്മുടെ ടോണി സ്റ്റാർക്ക് പുള്ളിയുടെ ഫ്ലൈറ്റ് പാറ്റേൺസിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്തു നിന്ന് എന്തോ ഒരു ഉൽക്ക പോലെ സാധനം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും ബാക്കി ഹീറോസും ഒക്കെ ആ ഒരു സാധനം വരുന്നത് കാണുകയാണ്. പക്ഷെ അവരത് കണ്ട് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു പാസഞ്ചർ പ്ലെയിനിനെ അത് അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അത് കാരണം ആ ഫ്ലൈറ്റ് ഒരു ഭാഗത്തേക്ക് വീഴാണ്. പക്ഷേ ആ ഉൽക്ക വീണ്ടും ഒരു വലിയ ബിൽഡിംഗ് തന്നെ ഇടിച്ചു തകർത്ത് പോവാണ്. അങ്ങനെ ആ ഫ്ലൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൺമാൻ, തോർ, ക്യാപ്റ്റൻ മാർവൽ, പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടി ആ ഫ്ലൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അതേസമയം ഇപ്പുറത്ത് താഴെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കൻ പുള്ളിയുടെ ടീമും ആ ഇടിച്ച് തകർന്ന ആ ബിൽഡിങ്ങിലുള്ള താഴെയുള്ള ജനങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ വലിയ ബിൽഡിങ് ഇടിച്ച് തകർന്ന് താഴെ വീഴാതിരിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ അത് താങ്ങി പിടിച്ച് രക്ഷിക്കുകയാണ്. പക്ഷേ അതിലുള്ള ഒരുപാട് ജനങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കൃത്യ ടൈം അവിടെ എത്തിയ നമ്മുടെ സ്പൈഡർമാൻ അവരെയൊക്കെ നെറ്റ് വെച്ച് പുള്ളിയുടെ വല വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വീഴ്ത്തി രക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്പൈഡർമാനും ഒരു 5 മിനിറ്റ് ഒന്ന് മാറി എന്നേ ഉള്ളൂ. ഇവിടെ എന്താടാ നിങ്ങളൊക്കെ ഒരു ലോകമഹായുദ്ധം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ടോണി സ്റ്റാർക്കും തോറും അവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഫ്ലൈറ്റ് കറക്റ്റായിട്ട് തന്നെ വെള്ളത്തിൽ ലാൻഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റനും എല്ലാവരും ഉടനെ തന്നെ ആ ഉൽക്ക വീണിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വാ, എന്ത് പണ്ടാറാണ് ആ വീണിരിക്കുന്നതെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ എല്ലാവരും വാന്ന് പറയാണ്. അങ്ങനെ ആ വീണിരിക്കുന്ന അവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോസ് എല്ലാവരും ഷോക്കാവുന്നത്. കാരണം അവിടെ വീണിരിക്കുന്നത് ഉൽക്കയൊന്നല്ല, നോവയാണ്. അങ്ങനെ നോവേനെ താങ്ങി പിടിച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റനും, നീ എങ്ങനെയാണ് ചെറുക്ക് ഈടെ വന്ന് വീണത്, അല്ല നിനക്ക് എന്നാ പറ്റിയേ, ഉടനെ തന്നെ മെഡിക്കൽ ടീമിനെ വിളിക്കുക, അവരെ വിളിക്കുക, ഇവരെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ. അതേസമയം തന്നെ നോവയും പുള്ളിയുടെ വാഗോണ്ട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്യാപ്റ്റന് നീ എന്താ പറയുന്നതെന്ന് ചോദിച്ചതും നമ്മുടെ നോവയും അപ്പോൾ പറയാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നോവയുടെ ബോധം പോവാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കോട്ട് സമസർ, അതായത് നമ്മുടെ സൈക്ലോപ്സ് ആരെയോ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പുള്ളി പറയാണ്, കമോൺ യു ക്യാൻ, നിന്നെക്കൊണ്ട് പറ്റും, വീണ്ടും ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ ക്യാരക്ടറും പറയാണ്, നീ എന്തോന്നാടാ പ്രാന്താക്കുന്നത്, 5 മണിക്ക് തുടങ്ങിയ ട്രെയിനിങ് ആണ്, അടി കൊണ്ട് എനിക്ക് മതിയായി, ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തുണ്ടാക്കാനാണ് നീ എന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേബിൾ ഓൾറെഡി എന്നെ ട്രെയിൻ ചെയ്ത് എന്നെ ഒരു വഴിക്കാക്കി, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൈക്ലോപ്സും പറയാണ്, നീ ഇനിയും ട്രെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് വന്നാലും നിനക്ക് നേരിടാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ പെണ്ണും, എന്നാൽ പിന്നെ എൻ്റെ പവേഴ്സ് യൂസ് ചെയ്താൽ പോരെ, പെട്ടെന്ന് എനിക്ക് നേരിടാലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ സൈക്ലോപ്സ് പറയാണ്, ഇല്ല, ഇത് പവർലെസ് ട്രെയിനിങ് ആണ്, നീ പവർ ഇല്ലാതെ വേണം ഇതിനെ നേരിടാൻ എന്ന് പറയാണ്. ഇങ്ങനെയാണ് ചാൾസ് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാണ്. കമോൺ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ്റെ ലേസർ വിഷൻ വെച്ചിട്ട് ആ പെണ്ണിനെ അറ്റാക്ക് ചെയ്യാണ്. അതെന്താണ്, ഇവന് പവർ യൂസ് ചെയ്യാൻ അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നെ മറ്റേ പരിപാടിയാണ്. അങ്ങനെ സൈക്ലോപ്സും, നീ ഫോക്കസ് ചെയ്യുന്നില്ല, നീ ഫോക്കസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പെണ്ണിനെ ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ പവേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മുടെ സൈക്ലോപ്സിനെ അറ്റാക്ക് ചെയ്യാണ്. ഇവളെന്താണ്, ഇവളുടെ പവേഴ്സ് എന്താണെന്നൊക്കെ, എന്തിനാണ് ഇത് നടക്കുന്നതെന്നൊക്കെ പോകെ മനസ്സിലാവും. അങ്ങനെ ഇത് കണ്ടിട്ടുള്ള ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണ്, ഇപ്പം എന്താ നടന്നത് നഗുലേറ്റെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലുള്ള ആ ഫീനിക്സ് ഫോഴ്സ് അവളെ പോലും അറിയാതെ കൺട്രോൾ എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ടുള്ള ആ യൂട്ടോപ്പിയയിലുള്ള എല്ലാ മ്യൂട്ടൻസും ഷോക്കാവുകയാണ്. അതേസമയം ഇപ്പുറത്ത് വൈറ്റ് ഹൗസിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും ചേർന്നിട്ട് ഒരു വലിയ മിലിറ്ററി പാനൽ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പ്രസൻറ്റേഷൻ തന്നെ പ്രസിഡന്റിന് മുന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനും പറയാണ്, ആ സ്ക്രൾ ഇൻവേഷന് ശേഷം നമ്മുടെ ഭൂമിയിൽ വലിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇന്നലെ ഭൂമിയിലേക്ക് എന്തോ ഒന്ന് വീണു, നോവയായിരുന്നു അത്. പക്ഷെ അവൻ മയങ്ങി വീഴുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് വീണത്. അപ്പോൾ തന്നെ ടോണി സ്റ്റാർക്കും പറയാണ്, അവൻ്റെ ബോഡി സ്കാൻ ചെയ്തതിൽ അവൻ്റെ ബോഡിയിൽ ഒരുപാട് എനർജി സിഗ്നേച്ചേഴ്സ് കിട്ടുന്നുണ്ട്, എന്തോ ഒരു വലിയ സൂപ്പർ എനർജി ഫോഴ്സ് കാരണം അവൻ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് കാരണം അവൻ്റെ ബോഡിയിൽ ചില സ്ഥലത്ത് ബേൺ മാർക്സ് തന്നെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ടോണി സ്റ്റാർക്ക് പിന്നെയും പറയാണ്, ആ പൊള്ളലുകളൊക്കെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ്റെ പൊള്ളൽ കാരണം ഉണ്ടായിട്ടുള്ള ആ സെയിം എക്സാക്ട് എനർജി സിഗ്നേച്ചേഴ്സ് തന്നെയാണ് ജീൻ ഗ്രേയുടെ ബോഡിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഫീനിക്സ് ഫോഴ്സിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറയാണ്. എനിക്കറിയുന്ന എല്ലാ മാത്തമാറ്റിക്സ് ഫോർമുലേസും യൂസ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ജീൻ ഗ്രേ മരിച്ചതിന് ശേഷം ഈ മൊത്തം ഫീനിക്സ് ഫോഴ്സ് തന്നെ ചിന്നിച്ചെതറി ഈ യൂണിവേഴ്സ് മൊത്തം പരക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ മൊത്തം ഫീനിക്സ് ഫോഴ്സും ഇപ്പോൾ ഒന്ന് ചേർന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ
ആ ഫീനിക്സ് ഫോഴ്സ് ഈ ഭൂമിയിലുള്ള ആരെങ്കിലും ഒരാൾക്ക് പുതിയൊരു ഹോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് മ്യൂട്ടൻസിൽ തന്നെ ആരെങ്കിലും ഒരാളായിരിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആ പ്രസിഡൻറ്റും അതൊക്കെ ഇരിക്കട്ടെ ക്യാപ്റ്റനാ, ഈ ഫീനിക്സ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനും പറയാണ്, അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും നല്ലത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതൊരു കോസ്മിക് ലെവൽ ഒരു ക്രിമി പോലത്തെ ഒരു സാധനമാണ്. അതെപ്പോഴും ഒരു ഹോസ്റ്റിനെ തേടിയാണ് വരിക. ആ പതിയെ ആ ഹോസ്റ്റിനെ തന്നെ മൊത്തം കൺട്രോൾ എടുത്ത് അതുള്ള സ്ഥലം തന്നെ നശിപ്പിച്ചിട്ട് പോകുന്നു പറയാണ്. ഇപ്പം അത് നമ്മുടെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നാശം നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് ക്യാപ്റ്റൻ. അതിനെ സ്പേസിൽ വെച്ച് തന്നെ തടയാൻ വേണ്ടി ഞാൻ ഒരു ടീമിനെ തന്നെ അയച്ചിട്ടുണ്ടെന്ന് പറയാണ് ക്യാപ്റ്റൻ. ആ ടീമിലുള്ള മെമ്പേഴ്സാണ് നമ്മുടെ തോർ, ക്യാപ്റ്റൻ മാർവൽ, വാർ മെഷീൻ, പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അതാരെന്ന് എനിക്ക് അറിയില്ല, നോക്കിയിട്ട് പറയാം. പിന്നെ ക്യാപ്റ്റൻ ബ്രിട്ടൻ, വിഷൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ. ഒരു പക്ഷേ അവരെ കൊണ്ട് ആ ഫീനിക്സ് ഫോഴ്സിനെ ആ സ്പേസിൽ വെച്ച് തന്നെ തടുക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റിയേക്കാം. ഒരു പക്ഷേ അവർക്കത് പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ ഭൂമിയിൽ തയ്യാറായിരിക്കണം എന്ന് പറയാണ് ക്യാപ്റ്റൻ. അങ്ങനെ ഇവർ സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പ് തന്നെ മൊത്തം ആ സ്ഥലം തന്നെ ഗ്ലോ ആവാൻ തുടങ്ങുകയാണ്. നമ്മുടെ കപ്പിത്താൻ ഒന്നും മനസ്സിലാവുന്നില്ല. ടോണി, നീ എന്താടാ ചെയ്ത് പുതിയത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ടോണിയും പറയുകയാണ്, ക്യാപ്റ്റൻ കൂൾ ഡൗൺ, നമ്മുടെ ഫീനിക്സ് ഫോഴ്സ് ഒന്നും ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ അതിന് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ശരിയാണെങ്കിൽ ആ ഫീനിക്സ് ഫോഴ്സ് വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ അലാറം ട്രിഗർ ആയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാ നമുക്ക് നോക്കാമെന്ന് പറയാണ്. എനിക്ക് തോന്നുന്നത് ആ ഫീനിക്സ് ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പവർ റേഡിയേഷൻ എവിടെയോ നമ്മുടെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അത് കാരണമായിരിക്കണം എൻ്റെ ഈ അലാറം സിസ്റ്റം ഇപ്പോൾ ഓൺ ആയിരിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ ടോണി സ്റ്റാർക്കും ലെറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് തപ്പാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ ആ എനർജി സിഗ്നേച്ചർ എവിടെ നിന്നാണ് വന്നിരുന്നത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സേവിയർ സ്കൂളിൽ നമ്മുടെ വൂൾവറിൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ പുലിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കപ്പിത്താൻ സംസാരിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനും ആ ഫീനിക്സ് ഫോഴ്സ് ഇപ്പം നമ്മളെ നോക്കി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ് വൂൾവറിൻ്റെ അടുത്ത്. അങ്ങനെ വൂൾവറിന് ഇത് വിശ്വസിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡാറ്റാസൊക്കെ വെച്ചിട്ട് പറഞ്ഞതും പുള്ളിക്ക് മനസ്സിലാവാണ്. അങ്ങനെ വൂൾവറിന് പറയാണ്, തീർച്ചയായിട്ടും ഇത് സ്കോട്ടിനെ ആയിരിക്കും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ജീൻ ഗ്രേനെ തന്നെയാണ് ആ ഫീനിക്സ് ഫോഴ്സ് കൊന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ ശരിയാണെങ്കിൽ എനിക്ക് മാത്രമല്ല എല്ലാ മ്യൂട്ടൻസിനും അറിയാം ആ ഫീനിക്സ് ഫോഴ്സ് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും അത് ഹോപ്പിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്കോട്ട് അവളെ നമുക്ക് വിട്ടുതരില്ല എന്ന് പറയാണ്. അവളെ വിട്ടുതരാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഒരു യുദ്ധം തന്നെ നടക്കേണ്ടി വരുമെന്നും പറയാണ്. പക്ഷേ ക്യാപ്റ്റൻ, ഇപ്പോൾ ഒരു യുദ്ധത്തിന് പറ്റിയ സമയമല്ല എന്ന് നമ്മുടെ വൂൾവറിൻ പറഞ്ഞതും നമ്മുടെ ക്യാപ്റ്റൻ പറയാണ്, ശരിയാണ്, യുദ്ധത്തിന് ഞാനും ഒട്ടും തയ്യാറല്ല. പക്ഷെ അങ്ങനെ ഒരു നിലമ വന്നു കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യാനാണെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ യുട്ടോപ്പിയാണ്. അവിടെയുള്ള നമ്മുടെ എക്സ്മെൻസ് എല്ലാവരും, മ്യൂട്ടൻസ് എല്ലാവരും ഇപ്പോൾ ആ ഹോപ്പ് സെമസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഫീനിക്സ് ഫോഴ്സ് കണ്ടതും അവരെല്ലാവരും ഒരു മീറ്റിംഗ് കൂടി അവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ സൈക്ലോപ്സ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന കണ്ടിട്ടുള്ള നമ്മുടെ നെമോർ, നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവിടെയുള്ള സ്റ്റോമും പറയാണ്, അവൻ ആ ഫീനിക്സ് ഫോഴ്സിനെ എങ്ങനെ പ്രയോജനപ്പെടുന്ന യുദ്ധത്തിൽ യൂസ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾക്ക് എങ്ങനെ ആവശ്യമുള്ള രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ സൈക്ലോപ്സും പറയാണ്, എമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ മ്യൂട്ടൻസ് എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു 200 പേരെങ്ങാനും ഉണ്ടാവും. ബാക്കിയുള്ള 99% ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ആ ഫീനിക്സ് ഫോഴ്സ് കാരണം നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മരിച്ചവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഈ വേൾഡിൽ നമുക്ക് മ്യൂട്ടൻസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പറയാണ്. മ്യൂട്ടൻസൊക്കെ ഈ മനുഷ്യന്മാരുടെ അടുത്ത ഘട്ടത്തിലുള്ള ഒരു എവല്യൂഷനായി മാറുന്നു പറയാണ്. അപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടിട്ടുള്ള മാഗ്നീറ്റോയും പറയാണ്, ഇതൊക്കെ തന്നെയല്ലടാ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം നീ ഒരു കാര്യം ആലോചിച്ചോ, 100 തവണ ആലോചിച്ചിട്ട് വേണോ നീ ഈ പരിപാടിക്ക് ഇറങ്ങാമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൈക്ലോപ്സും പറയാണ്, എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും. പക്ഷേ ആ ഫീനിക്സ് ഫോഴ്സ് നമ്മളെ തേടി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ലതിന് തന്നെ ആയിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ തന്നെ കൊളോസസും പറയാണ്, അത് പോകുന്ന സകല സ്ഥലത്തും നാശവും ഡെത്തും മാത്രമാണുള്ളത്. നീ എന്ത് തരത്തിലാണ് അതിനെ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൈക്ലോപ്സും പറയാണ്, ഈ മരണവും നാശവും മാത്രമല്ല അതിൻ്റെ പവർ, അതിൻ്റെ മെയിൻ പവർ തന്നെ പുനർജീവനാണ്. അതിന് വീണ്ടും ജീവൻ കൊണ്ടുവരാനും ജീവിക്കാനും പറ്റും. അതിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് മരിച്ചവരെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മ്യൂട്ടൻസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറയാണ്. പക്ഷേ ആ പവേഴ്സ് എങ്ങനെ നമ്മുടെ ചാനൽ ചെയ്ത് യൂസ് ചെയ്യും, അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയാണ്. അപ്പോൾ തന്നെ എമ്മ ഫ്രോസ്റ്റ് തൊട്ടടുത്തുനിന്ന്, പക്ഷേ ആ ചോദ്യത്തിനുള്ള കോൾ നിൻ്റെ അല്ല ഹോപ്പിൻ്റെ ആണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ എമ്മ ഫ്രോസ്റ്റ് ഒരു കാര്യം പറയാണ്, സ്കോട്ട്, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നെ തേടി ഒരുത്തം വന്നിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ അവിടെ വന്നിരിക്കുന്നത് വേറെ ആരല്ല, ഇവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഹോപ്പിനെ വിട്ടുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്റ്റനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും അങ്ങോട്ട് പോവാണ്. അങ്ങനെ സൈക്ലോപ്സ് എല്ലാ എക്സ്മാനോടും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് പുള്ളി മാത്രം ഒറ്റയ്ക്ക് ക്യാപ്റ്റൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാണ്. അങ്ങനെ ഹോപ്പും തൊട്ടടുത്ത് നിന്നിട്ട് ഇവരെന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത്, നല്ല രീതിക്ക് ഇതൊക്കെ അവസാനിക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള നെമോറും പറയാണ്, ആ ക്യാപ്റ്റനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവനിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു തീരുമാനത്തോടെയാണ് വന്നിരിക്കുന്നത്.
അത് നിറവേറ്റാതെ അവൻ ഇവിടുന്ന് പോകത്തില്ലെന്നും പറയാണ്. പക്ഷെ അവൻ്റെ ആ തീരുമാനത്തിന് സൈക്ലോപ്സ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ക്യാപ്റ്റനും പറയാണ്, സൈക്ലോപ്സ് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് നിനക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഫീനിക്സ് ഫോഴ്സ് ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഹോപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഹോപ്പിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവളെ കസ്റ്റഡിയിൽ വെക്കണം. ഈ ഫീനിക്സ് ഫോഴ്സ് മൊത്തം ഭൂമിയെ തന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് അതിനെ തടയാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അപ്പോൾ തന്നെ സൈക്ലോപ്സ് പറയാണ്, ഇത് അവഞ്ചേഴ്സിൻ്റെയോ ഹ്യൂമൻസിൻ്റെയോ പ്രശ്നമല്ല, ഹോപ്പ് ഒരു മ്യൂട്ടൻ്റാണ്, ഞങ്ങളെല്ലാവരും മ്യൂട്ടൻസിനാണ്, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയാണ്. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയാണ് ക്യാപ്റ്റനോട്. അപ്പോൾ തന്നെ ക്യാപ്റ്റനും പറയാണ്, ഇത് മ്യൂട്ടൻസിൻ്റെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുത്തു പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇത് മ്യൂട്ടൻസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും പ്രശ്നമാണ്. ആ ഫീനിക്സ് ഫോഴ്സ് മ്യൂട്ടൻറ്റിനെ മാത്രമല്ല തേടിക്കൊണ്ട് വന്നിരിക്കുന്നത്, മൊത്തം ഈ വേൾഡിനെ തന്നെ തകർക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ് ഒരു ലീഡർ ടു ലീഡറായി ഒരു തലവൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന കേക്ക്, ആ ഹോപ്പ് സെമസ്റ്ററിനെ ഞങ്ങളുടെ കയ്യിൽ തന്നേക്കെന്ന് പറയാണ് ക്യാപ്റ്റൻ. അപ്പോൾ തന്നെ സൈക്ലോപ്സും പറയാണ്, ലീഡറോ നീ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഇനങ്ങൾ 99% ഇല്ലാതായി. അപ്പോൾ ഒരു ലീഡർ എന്ന നിലയ്ക്ക് നീ എവിടെ പോയി? നിങ്ങളുടെ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തൊട്ടി ജോക്കസ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ജോക്കർ പോലും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പോയി നിങ്ങൾ? ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നമായപ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഹെൽപ്പ് വേണം അല്ലേ? നോക്കിയിരുന്നോ, കണ്ടം വഴി വിട്ടോന്ന് പറയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റനും, സ്കോട്ട് ഈ സംസാരമൊക്കെ നമുക്ക് പിന്നീടാവാം, ഇപ്പം ഞാനൊരു തീരുമാനത്തോടെയാണ് വന്നിരിക്കുന്നത്, ഹോപ്പിനെ ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറയാണ്. അപ്പം തന്നെ സ്കോട്ടും, ഇല്ല ക്യാപ്റ്റൻ നടക്കത്തില്ല, എൻ്റെ ഈ ദ്വീപ് വിട്ട് പൊക്കോ എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റനും, ഞാൻ അവളെ തരാൻ വേണ്ടി കെഞ്ചാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതാണെന്ന് പറയാണ് ക്യാപ്റ്റൻ. അപ്പം തന്നെ സ്കോട്ടും, നിനക്കിപ്പോൾ വേണം എന്നാൽ വെച്ചോന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ലേസർ ബീം വെച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാണ്. അത് നമ്മുടെ ക്യാപ്റ്റനും പുള്ളിയുടെ ഷീൽഡ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ ദൂരത്ത് വെള്ളത്തിൽ പോയി വീണിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റനും എഴുന്നേറ്റിട്ട് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയാണ്. ഉടനെ തന്നെ മുകളിൽ ഇൻവിസിബിളായി നിന്നോണ്ടിരുന്ന ആ ഹെലി കാരിയർ ഇപ്പോൾ വിസിബിളായി മാറുകയാണ്. അങ്ങനെ അതിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, ഹൾക്ക്, റെഡ് ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സകല അവഞ്ചേഴ്സും നിരന്ന് നിൽക്കുകയാണ്, ഇൻക്ലൂഡിങ് ബൂൾവറിൻ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ സ്പൈഡർമാനും, ഓ അങ്ങനെ ഫൈനലി അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്നുള്ള ഫൈറ്റ് നടക്കാൻ വേണ്ടി പോവാണോ? ദൈവമേ, ഞാനിപ്പോൾ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പുള്ളി പറയാണ്. അങ്ങനെ താഴെയുള്ള നമ്മുടെ എമ്മ ഫ്രോസ്റ്റും, നീ ക്യാപ്റ്റൻ അടിച്ച് എന്ത് മണ്ടത്തരാണ് ചെയ്തിരിക്കുന്നത് വെച്ചതും, മണ്ടത്തരം ഞാനാണ് ചെയ്തത്, നിങ്ങൾ കണ്ടില്ലേ അവന്മാർ ഓൾറെഡി തല്ലുണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇപ്പം ഞാനാണ് മണ്ടത്തരം ചെയ്തിരിക്കുന്നത്, അവന്മാർക്ക് ഫൈറ്റല്ല വേണ്ടത്, എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവഞ്ചേഴ്സും എക്സ്മെനും ഫൈറ്റിന് വേണ്ടി റെഡിയാവാണ്. അവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. എന്തിനാണ് ഈ ഫീനിക്സ് ഫോഴ്സ് ഈ ഹോപ്പ് സെമസ്റ്ററിനെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്? ഈ അവഞ്ചേഴ്സ് എക്സ്മെൻ എന്നുള്ള ഈ ഫൈറ്റിന് എന്താവും? ഹോപ്പിനെ നമ്മുടെ അവഞ്ചേഴ്സ് പിടിച്ച് കെട്ടുമെന്നോ, അവഞ്ചേഴ്സ് ഡിഫീറ്റ് ആകുമെന്നോ, എക്സ്മെൻ ഡിഫീറ്റ് ആകുമെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ഇഷ്യൂസിൽ കാണാം.